ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നോടെ നോക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള വൈശാഖ് സംവിധാനം ചെയ്തിട്ടുള്ള ടർബോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. വൈശാഖിന്റെ ഇതിനു മുമ്പത്തെ മമ്മൂക്കയുടെ ഒപ്പമുള്ള പ്രൊജക്ടുകൾ എന്ന് പറയുന്നത് പോക്കിരാജയും മധുരരാജയാണ്. മധുരരാജ കട്ട ഉറപ്പിക്കലായിരുന്നു. പോക്കിരാജന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസിൽ ഒന്നാണ്. സോ ടർബോ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് രാജ്ബി ഷെട്ടി ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ തെലുങ്കിലെ ഒരു സൂപ്പർ നടനായിട്ടുള്ള സുനിലുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി തമിഴ്, തെലുങ്ക്, കന്നഡ ഇൻഡസ്ട്രിയിലെ കുറെ താരങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർസ് ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിഥുൻ മാനുവൽ ആണ് ഇതിന്റെ കഥാതിരക്കഥയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ. പിന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ആക്ഷൻ എന്റർടൈനർ എന്നുള്ള ലേബലിലാണ് വന്നിട്ടുള്ളത്. സോ അതിനകത്ത് ഒരു ചെറിയൊരു സ്റ്റോറി ലൈനും കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. സോ അത് എന്നെ അത്യാവശ്യം ഇംപ്രസ് ചെയ്യിച്ച ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു ഈ ഒരു സിനിമയിലുള്ളത്. അതായത് അത് ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ അറിയാം. കാരണം കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഒരു സ്റ്റോറി ലൈൻ നോക്കുന്ന സമയത്ത്. മമ്മൂക്കയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ടർബോ ജോസ്, ആ നാട്ടിലെ ജോസ് ഏട്ടായി എന്ന് വിളിക്കുന്ന ആ ഒരു ടർബോ ജോസിന്റെ കുറച്ച് എന്താ പറയുക, എടുത്തുചാട്ടങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന കുറച്ച് അബദ്ധങ്ങളിൽ കൂടിയാണ് സിനിമ തുടങ്ങുന്നത്. അത് പിന്നെ കളി കാര്യമാവുന്നതും കുറച്ച് റിവഞ്ച് കാര്യങ്ങൾക്കൊക്കെ പോകുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ആകെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബിന്ദു പണിക്കരുടെ അമ്മ ക്യാരക്ടർ, അതായത് ജോസിന്റെ അമ്മയായിട്ട് വന്നിട്ടുള്ള ബിന്ദു പണിക്കറിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിന് തൊട്ടു മുമ്പ് അഭിനയിച്ചിട്ടുള്ള റൊഷാക്കില് നേരെ നെഗറ്റീവ് കഥാപാത്രമായിരുന്നെങ്കിൽ ഇതിൽ സ്വന്തം അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മ കഥാപാത്രമാണ് ബിന്ദു പണിക്കർക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സുനിലുണ്ട്, രാജ്ബി ഷെട്ടി ഒക്കെ ഉണ്ട്. ഒരു വില്ലൻ സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് രാജ്ബി ഷെട്ടി ഒന്നും പറയാനില്ല. കാരണം അങ്ങേരുടെ വില്ലനിസം, ഒരു സൈക്കോയിസം ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പവർ ഉണ്ട് ആ ഒരു വില്ലൻ കഥാപാത്രത്തിന്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് സാധനം എന്ന് പറയുന്നത് ഒരു ചേസ് സീനിൽ ഒരു ഇംഗ്ലീഷ് റാപ്പ് പോലത്തെ ഒരു സംഭവം പരിപാടി പിടിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയർ ആണ് ഈ ഒരു സംഭവം പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻട്രോയിൽ കൊടുത്തിട്ടുള്ള ഒരു സാധനം ഭയങ്കര രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ സീക്വൻസുകൾ ഇവർ ഈ 120 ദിവസത്തിൽ 70 ദിവസം ഷൂട്ട് ചെയ്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകളാണ് എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ എണ്ണിയതൊരു 5 ഫൈറ്റ് സീക്വൻസ്, 5-6 ഫൈറ്റ് സീക്വൻസ് ഒരു സെറ്റ് പീസോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂക്കയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയധികം സമയം എടുത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലിപ്പോ ഒരു അബ്നോർമലായിട്ട് ഒരു സംഭവം ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു സിനിമയ്ക്കകത്ത്. അതർ ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ കൂളായിട്ട് ചെയ്തു പോകാനുള്ള സാധനങ്ങളാണ്. പക്ഷെ അതിലും ഒരു രസമുണ്ട് മമ്മൂക്ക ചെയ്യുന്നത് കാണാൻ. അതായത് അദ്ദേഹത്തിന് ഒരു 72-73 വയസ്സായി എന്നുള്ളത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു രസമുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക തന്നെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 1-2 പരിപാടി കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഡെലിവറി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. സുനിൽ തെലുങ്ക് പടത്തിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പടത്തിലും വന്നിട്ട് ആസ് യൂഷ്വൽ ഒരു കോമഡി പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫാണ് എന്നെ സംബന്ധിച്ച് അത്രയും അധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം പടത്തിന്റെ മെയിൻ പ്ലോട്ടിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ എന്താ പറയുക, ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ബിന്ദു പണിക്കരുടെ ആ ഒരു ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എഫേർട്ടുകൾ കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി പടം ഓണാവും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പിന്നെയും ഇതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ആക്ഷൻ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയത്തക്ക രീതിയിൽ പ്രത്യേകിച്ചൊന്നും ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും എന്താ പറയുക, ആക്ഷൻ എന്റർടൈനറൊക്കെ ഇഷ്ടമാവുന്ന ഒരാൾക്കാരാണ്, ഒരു സാധാരണ ഒരു ആക്ഷൻ എന്റർടൈനർ ഇഷ്ടമാവുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയി ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുക. തിയേറ്ററിൽ നിന്ന് കണ്ടാലൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ ഇഷ്ടമുള്ളൂ. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് സ്കോറ് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ബാക്കിയൊന്നും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ടും തോന്നിയൊന്നുമില്ല. സ്ട്രിക്ട്ലി എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമ മാത്രമാണ് ടർബോ എന്ന് പറയുന്നത്. 100% ഒരു 70% ഇവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആക്ഷൻ സീക്വൻസിന് വേണ്ടിയിട്ടാണ്. ഇത്രയധികം 120 ദിവസത്തിൽ ഒരു 70% ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം പ്രതീക്ഷിച്ചു. എന്തോ ഒരു ഭയങ്കര സംഭവം. അതുപോലെ തന്നെ എന്തോ മറ്റേ കുംഫു പരിപാടിയൊക്കെ പിടിച്ചിരിക്കുന്ന രീതിയൊക്കെ അവരതൊക്കെ ഹൈപ്പ് ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ വർക്കിലൊക്കെ. പക്ഷെ അതൊന്നും എനിക്ക് അത്ര വലിയ വർക്കായി തോന്നിയില്ല. അവന്മാരൊക്കെ വരുന്ന സമയത്ത് മമ്മൂട്ടി പിടിച്ച് എറിയുന്നതൊക്കെയാണ് കണ്ടത്. സോ അതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. തിയേറ്ററിനകത്ത് അത്ര വലിയ കയ്യടിയും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് ലാസ്റ്റ് ആ ഒരു
ക്ലൈമാക്സ് പോർഷനകത്ത് ഡേഞ്ചർ എന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ ഒപ്പം മമ്മൂക്ക നടന്നു വരുന്ന ഒരു സീനുണ്ട്. അതായത് ആ ഒരു 440 വോൾട്ട് ഡേഞ്ചർ എന്നൊക്കെ എഴുതി കാണിക്കില്ലേ, ഇലക്ട്രിസിറ്റിയിൽ എഴുതി കാണിക്കില്ലേ, ആ ഒരു പരിപാടിയിൽ സമയത്ത് മമ്മൂക്ക നടന്ന സമയത്തൊന്ന് തിയേറ്റർ ഒന്ന് ഓണായി, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുമ്പോൾ ഒന്ന് ഓണായി എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻട്രോ സീനിലായിരുന്നു. പിന്നെ ഇൻട്രോ ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻട്രോ, അമ്മയുടെ ഒപ്പം നടന്നു പോകുന്ന ഒരു മമ്മൂക്ക അങ്ങനെയാണ് വരുന്നത്. പിന്നെയാണ് ഒരു ആക്ഷനിലേക്ക് കടക്കുന്നതൊക്കെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ശബരീഷിൻ്റെ ക്യാരക്ടർ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നായികയായിട്ട് വന്നിട്ടുള്ള ഇന്ദുലേഖ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ചവർ വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാവുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഈ പടത്തിനകത്ത്. ജസ്റ്റ് കാണുക, ഇറങ്ങിപ്പോരുക എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാൻ പിന്നെ മമ്മൂട്ടീനെയും കൂടി കാണാലോ എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ അവിടെയും മമ്മൂക്കയ്ക്ക് വയ്യ എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുന്ന രീതി ആ ബോഡി ലാംഗ്വേജിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു മമ്മൂട്ടിയുടെ ഏജ് വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. സോ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.